ഹലോ ഡിയേഴ്സ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയില് ഞാൻ ത്രിവേണി സംഗമമായിരുന്നു കേട്ടോ ഷെയർ ആക്കിയിട്ടുള്ളത്. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഈ ഒരു ചാമുണ്ഡി ഹിൽസിലേക്കായിരുന്നു. മൈസൂരിൽ നിന്ന് 13 കിലോമീറ്റർ കിഴക്കായിട്ടാണ് ഈ ചാമുണ്ഡി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചാമുണ്ഡി കുന്നുകളുടെ മുകളിലായിട്ടാണ് ചാമുണ്ഡേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ക്ഷേത്രത്തിന്റെ പേരിൽ നിന്നാണ് ഈ ഒരു ഹില്ലിന് ചാമുണ്ഡി ഹിൽസ് എന്ന പേര് വന്നത്. ഈ ഒരു ഹില്ലിന്റെ ഉയരം 1000 മീറ്റർ ആണ്. ഐതിഹ്യമനുസരിച്ച് എരുമയുടെ തലയുള്ള അസുരനായ മഹിഷാസുരനെ വധിച്ചതിന് മഹിഷാസുര മർദിനി എന്നും അറിയപ്പെടുന്ന മൈസൂർ രാജകുടുംബത്തിന്റെ ദേവതയായ ശ്രീ ചാമുണ്ഡേശ്വരിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ഇത്. ശിവന്റെ പത്നിയായ പാർവതിയുടെ അവതാരമാണ് ദേവി എന്ന് വിശ്വസിക്കപ്പെടുന്നു. നൂറ്റാണ്ടുകളായി മൈസൂർ ഭരണാധികാരികളാണ് ഇത് സംരക്ഷിച്ചു പോന്നത്. പിന്നീട് കൃഷ്ണരാജ വാഡിയാർ മൂന്നാമന്റെ കാലത്താണ് ഇത് പുതുക്കിപ്പണിതത്. ഐതിഹ്യമനുസരിച്ച് അസുരനായ മഹിഷാസുരനായിരുന്നു മൈസൂരിന്റെ രാജാവ്. ഒരു ഘോരമായ യുദ്ധത്തിന് ശേഷം ചാമുണ്ഡേശ്വരി ദേവിയാൽ കൊല്ലപ്പെടുകയായിരുന്നു. ദേവിയെ മഹിഷാസുര മർദിനി എന്നും വിളിക്കപ്പെടുന്നു. ചതുരാകൃതിയിലുള്ള ഒരു ഘടനയാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. പ്രവേശന കവാടത്തിൽ 7 നിലകളുള്ള ഗോപുരവും ശ്രീകോവിലിന് മുകളിൽ ഒരു ചെറിയ ഗോപുരവും ഉണ്ട്. പ്രവേശന കവാടത്തിന് മുകളിൽ 7 സ്വർണ്ണ കലശങ്ങളുണ്ട്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ ചാമുണ്ഡേശ്വരിയുടെ ഒരു ശില്പരൂപം കാണാം. 7 ചക്രങ്ങളിൽ ഏറ്റവും താഴെയായി വലതു കുതികാൽ അമർത്തിപ്പിടിച്ചാണ് ചാമുണ്ഡേശ്വരി ഇരിക്കുന്നത്. കാലുകൾ കുറുകെ വെച്ച ഈ യോഗാസനം ശിവന്റെ ഭാവത്തെ പ്രതിധ്വനിപ്പിക്കുന്നു. ഈ കുന്നിൻ മുകളിൽ നിന്ന് നോക്കിയാൽ മൈസൂർ കൊട്ടാരം, കാരാഞ്ചി ലേക്ക് എന്നിവ കാണാം. മൈസൂരിന്റെ പേര് പഴയ കന്നഡ പദമായ മഹിഷൂരു എന്നതിൽ നിന്നാണ് വന്നത്. മഹിഷൂരുവിന്റെ യഥാർത്ഥ അർത്ഥം മഹിഷാസുരന്റെ ഗ്രാമം എന്നായിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ ഈ പേര് മാറ്റി മൈസൂർ എന്ന് മാറ്റി. 2014 നവംബർ 1 കർണാടക സർക്കാർ വീണ്ടും മൈസൂരു എന്ന് മാറ്റി. നഗരത്തിന്റെ പേരിന് ചാമുണ്ഡി ഹിൽസിന് ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്. വലതു കൈയിൽ വാളും ഇടത് കൈയിൽ ഒരു മൂർഖനും പിടിച്ചു നിൽക്കുന്ന മഹിഷാസുരന്റെ പ്രതിമയാണ് ഒരു പ്രധാന സവിശേഷത. ഈ ഒരു ഭാഗമാണ് ചാമുണ്ഡി ഹിൽസ് വ്യൂ പോയിന്റ് വരുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ മൈസൂർ കൊട്ടാരം, കരാഞ്ചി ലേക്ക് എന്നിവ കാണാൻ സാധിക്കും. സന്ധ്യാസമയത്തൊക്കെയാണ് ഇവിടെ എത്തുന്നതെങ്കിൽ ഇവിടെ നിന്നുള്ളൊരു വ്യൂ പോയിന്റ് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. പുരാണം അനുസരിച്ചിട്ട് ഈ പാറക്കെട്ട് മഹാബലജല എന്ന് അറിയപ്പെടുന്നു. രാത്രി സമയത്ത് ഈ മലയുടെ ഭാഗം ലൈറ്റിംഗ് ചെയ്യുന്നത് അതിമനോഹരമാണ് കേട്ടോ. ഈ ഒരു വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ചാമുണ്ഡി മലനിരകളുടെ മധ്യഭാഗത്തായി മൈസൂരിലേക്ക് നീളുന്ന റോഡ് അരികിലായി ചാമുണ്ഡേശ്വരി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലായിട്ടാണ് ഈ ഒരു വ്യൂ പോയിന്റ് ഉള്ളത് കേട്ടോ. മൈസൂർ നഗരം മുഴുവനും നമുക്ക് കണ്ണു നിറയെ കാണാൻ സാധിക്കും. അത്രയും മനോഹരമായ ദൃശ്യങ്ങളാണ് കേട്ടോ ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ മൈസൂർ പാലസ്, കൃഷ്ണരാജസാഗർ ഡാം കാണാൻ പറ്റും. പിന്നെ ലളിതമഹൽ പാലസ്, മൈസൂർ യൂണിവേഴ്സിറ്റി, സ്റ്റേഡിയങ്ങള് അങ്ങനെയൊക്കെ കാണാൻ പറ്റും. പിന്നെ ദസറയുടെ സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഒരു 100 വിളക്കുകൾ തെളിഞ്ഞ ഒരു നഗരം പോലെ നമുക്ക് മൈസൂർ കാണാൻ പറ്റും. ചാമുണ്ഡി ഹിൽസിലെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈവനിങ് ടൈം ആണ് കേട്ടോ. കാരണം ഇവിടെ നിന്ന് നമുക്ക് ആ മൈസൂർ നഗരത്തിന്റെ ഫുൾ ലൈറ്റിംഗ് കാണാൻ പറ്റും. ഈ ദസറയുടെ ഒക്കെ സമയത്താണെങ്കിൽ ഒരുപാട് ലൈറ്റ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നഗരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നുള്ള സൂര്യോദയവും അതുപോലെ സൂര്യാസ്തമയ കാഴ്ചകളും അടിപൊളിയാണ് കേട്ടോ. ഞാനിപ്പോ വന്നിട്ടുള്ളത് ഈവനിങ് ടൈം ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ സൂര്യാസ്തമയത്തിന്റെ ആ ഒരു കുറച്ച് ദൃശ്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി വ്യൂ ആണ്. നിങ്ങൾ മൈസൂർ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഈവനിങ് ടൈമിൽ തന്നെ വിസിറ്റ് ചെയ്യാൻ നോക്കണം. അത്ര ബ്യൂട്ടിഫുൾ ആണിത്. ഈവനിങ് ടൈം ഒരു 5 മണിയോടുകൂടിയാണ് ഇവിടെ എത്തുന്നതെങ്കിൽ നമുക്ക് ഈ മനോഹരമായ കാഴ്ച നമുക്ക് മിസ്സാവില്ല. കണ്ടോ, ഏകദേശം 5:30 മണിയായിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോ ഈ ഒരു വ്യൂ പോയിന്റിലുള്ളത്. അടിപൊളി കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഇത് ഒരിക്കലും മിസ്സാക്കരുതേ മൈസൂര് പോകുന്നുണ്ടെങ്കിൽ.
പ്രകൃതിയും നഗരഭംഗിയും ഒരുമിച്ചുള്ള ഒരു അപൂർവ ദൃശ്യം തന്നെയാണ് നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ പറ്റുന്നത്. അഞ്ചര മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങള് ഈ ഒരു കുന്നിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. അപ്പോ ഇത്രയൊക്കെയാണ് ഇന്ന് ചാമുണ്ഡി ഹിൽസിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇനിയും നല്ല വീഡിയോസ് ആയിട്ടൊക്കെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.